സാധനത്തിന് ഈ ഒരു ഫുൾ ബണ്ടിലാണ് ഇവർ ഏകദേശം 50 ബാത്ത് 50 ബാത്ത് 100 രൂപയാണ് ഇന്ത്യൻ മണിയാണ് ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത്. ഹലോ ഗൈസ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം എപ്പിസോഡ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തായ്ലൻഡിൽ തന്നെ അല്ല, ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഫ്ലവർ മാർക്കറ്റ്. ഇപ്പോൾ ഓണമാണ്. അപ്പോൾ ഓണം വരുമ്പോൾ നമുക്ക് ഈ പൂക്കള സ്ഥലം അതെല്ലാം നമുക്ക് കാണിക്കാം. കാരണം ഞാൻ ഓണത്തിനെ പറ്റി പറയുമ്പോൾ കുറേ പൂക്കൾ നമുക്ക് ഇടണം. അപ്പോൾ കുറച്ച് പൂക്കൾ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ നമുക്ക് വീട്ടിൽ പോയി ഇടാം. പക്ഷേ ഈ ഒരു ഫ്ലവർ മാർക്കറ്റിൻ്റെ എന്താ പറയുക, ഇതൊരു വലിയൊരു ഫ്ലവർ മാർക്കറ്റാണ്. ഒരുപാട് ഫ്ലവേഴ്സ് ഇവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്ക് തായ്ലൻഡിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മൾ വന്ന പാടെ തന്നെ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. കണ്ടോ, ഇതൊരു ചെറിയ ഷോപ്പാണ്. കണ്ടോ, അവർ ഈ പൂവിനെ കൊണ്ട് ഇങ്ങനെ പൂ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട്. അതിന് ചെയ്യാറായി, ഫ്ലവർ ചെയ്യാറായി. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഫ്ലവറിനെ കൊണ്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. കണ്ടോ, നമ്മളിങ്ങനെ ഓരോ സെറ്റ് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലേക്കാണ് ഇവരിങ്ങനെ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ, നമുക്ക് കാണാനുണ്ട്. ഉണ്ടോ, ഇവിടെ നമുക്ക് ഒരുപാട് അൻവൈ ഫ്ലവർ മാർക്കറ്റ് നമുക്ക് കാണാമല്ലോ. നമുക്ക് ഇവിടെ ഉണ്ട്, ഒരുപാട് കളേഴ്സിൽ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഒരു കളർ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പൂക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, നല്ല വൈറ്റ് ജമന്തി ഇവിടെ ഉണ്ട്, മഞ്ഞയുണ്ട്. എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കണ്ട. ഈ ഓണത്തിന് പറ്റിയൊരു സംഭവം തന്നെയാണ്. കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ്, തായ്ലൻഡിലെ ഫ്ലവേഴ്സ് കൊണ്ടുവന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം 170 ബാത്ത്. 170 എന്ന് പറയുന്നത് ഏകദേശം 350-400 ബാത്തിൻ്റെ അടുത്ത റേഞ്ച്. സംഭവം മുങ്കാന ലോ ചെസിറ്റ് അനി മുങ്കാന അനി സീക്കാവ് ലോ ചെസിറ്റ് അനി സീഡാ ലോ കാപ്സിറ്റ് അനി നോയ് ഡായന റൂം ഡായന റൂം നോയ് ഡായന ഇതായോ? ഓക്കെ. അപ്പോൾ ഞാൻ ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ട് കുറേ മിക്സായിട്ട് മേടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാണ്. ഓരോന്ന് 170-190 ബാത്ത് ആ റേറ്റിലാണ് വരുന്നത്. 190 എന്ന് വെച്ചാൽ 400 ബാത്ത്, 400 ഇന്ത്യൻ റുപ്പീസ് ആ റേഞ്ചിലാണ് ഫ്ലവേഴ്സിൻ്റെ ഇത് വരുന്നുണ്ട്. ഇതിനല്ലോ ഇവിടെ ഇങ്ങനെ നല്ല വലിയ രീതി ഉണ്ടോ, വലിയ പൂവ് ഉണ്ടോ. പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ പൂവാണ് ഇതല്ലോ. എന്ത് രസമാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. ആ അടിപൊളി, എന്താ രസം, സ്റ്റൈലും പൂവാണ് ഉണ്ടോ. എത്രയോ ഫ്ലവേഴ്സ് ഇത് നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് അറിയാം. നോക്കിക്കോ, നല്ല ഗംഭീരമായ ഫ്ലവേഴ്സാണ് കേട്ടോ. ഓർക്കിഡ് തായ്ലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓർക്കിഡുകൾ വെറൈറ്റീസ് നമ്മുടെ തായ്ലൻഡിലുണ്ട്. പക്ഷേ ഇവിടുത്തെ ഓർക്കിഡ് ഫ്ലവേഴ്സിൻ്റെ കളേഴ്സിൻ്റെ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇഷ്ടമാരി ഈ സൈഡിലുണ്ട് നല്ല വേറെ കളറിൽ ഓർക്കിഡ്സ്. ഇവിടെയുണ്ട് ഇഷ്ടമാരി ഓർക്കിഡ്സ് ഉണ്ടോ. ഇത്ര ഓർക്കിഡ്സ് മോനെ കാണാൻ പറ്റുമോ? അല്ല, ഇവിടെ നല്ല റോസിൻ്റെ. എന്താ മോനെ, എന്തെല്ലാം തരത്തിലുള്ള ഡിസൈൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നോക്കിയാൽ കാണാൻ പറ്റൂല കേട്ടോ. എന്താ രസം, ഇതെല്ലാം റോസ് ആമൗണ്ട് ഉണ്ടോ. ഈ ഒരു സാധനത്തിന് ഈ ഒരു ഫുൾ ബണ്ടിലാണ് ഇവർ ഏകദേശം 50 ബാത്ത് 100 രൂപയാണ് ഇന്ത്യൻ മണിയാണ് ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത്. ഇത്രയും ഈ ഒരു പൂക്കൾ നമുക്ക് ഓർക്കിഡ് ഫ്ലവർ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. വളരെ ചീപ്പാണ് ഇവിടെ നിന്ന് പൂവ് മേടിക്കുകയാണെങ്കിൽ. പിന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞയും വൈറ്റും മേടിച്ചിട്ടുണ്ട്. ഇവിടെയും ഇതിനെല്ലാം ഏകദേശം 70 ബാത്ത് 150 ഇന്ത്യൻ റുപ്പീസാണ് വരുന്നത്. ആ റേറ്റാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതൊരു ഫ്ലവർ മാർക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടോ, കയറുമ്പോൾ തന്നെ എന്ത് രസത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്ലവേഴ്സ് ഉണ്ടോ. ഇതെല്ലാം ശരിക്കും ഒറിജിനൽ ഫ്ലവേഴ്സാണ്. ഇതിലുണ്ടെങ്കിൽ ഒറിജിനൽ ഫ്ലവേഴ്സാണ്, പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഒറിജിനൽ ഫ്ലവേഴ്സാണ് അവർ ഉണ്ടോ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ത് രസത്തിലാണ് ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട്. ഇതും അങ്ങനെ നല്ല സെറ്റാക്കി നല്ല വൈറ്റ് കളറിൽ വെച്ചിരിക്കുന്നുണ്ടോ. ഇതെല്ലാം ഓരോ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ട് അയക്കുന്നതാണ്ടോ. ഇതെല്ലാം ഓർക്കിഡിൻ്റെ പല കളേഴ്സ് ഉണ്ടോ. ഓർക്കിഡ്സിൻ്റെ ചെടി തൈകൾ നമുക്കിവിടെ നിന്ന് വെക്കുന്നുണ്ട്. വേണ്ട,
നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പലതരത്തിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. കണ്ടോ, ഇവരിങ്ങനെ പല ഫ്ലവേഴ്സിനെ കൊണ്ട് ഉണ്ടാക്കുന്നതും. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫ്ലവേഴ്സ് തന്നെ ഉണ്ടോ. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും എല്ലാം ഫ്ലവേഴ്സ് തന്നെ ഉണ്ടോ. കാരണം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നമ്മൾ പണ്ടേ ആദ്യം വന്നിരുന്നു. പക്ഷേ ഓണായതുകൊണ്ട് പിന്നെ ഒന്നും കൂടി ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടമാരി ഉണ്ട്. ഇതെല്ലാം 80 ബാത്താണ് ഈ ഒരു ഇതിന് പൈസ വരുന്നത്. 30 ബാത്ത് ഉണ്ടോ. അതെല്ലാം കണ്ടോ. ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ ഫ്ലവേഴ്സിൻ്റെ ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ചെറിയ ചെറിയ ഷോപ്പുകൾ. ഇവിടെ നമ്മുടെ ഒരുപാട് ഓർക്കിഡ്സിൻ്റെ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെ പല സ്ഥലങ്ങളും പല ഫാമിൽ നിന്നും വരുന്ന ഓർക്കിഡ്സാണ് നമുക്കിങ്ങനെ കൊട്ടയിലാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഗംഭീരമായ കാഴ്ചകളാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. തായ്ലാൻഡിലെ ഫ്ലവർ മാർക്കറ്റാണിത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സൈഡിലും ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ, ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഒരു 3 മണി സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഓരോ ഫാമിൽ നിന്ന് വന്ന സാധനങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പല ഷോപ്പുകളിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. നമ്മൾ ആ ഫ്ലവർ മാർക്കറ്റ് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ലിറ്റിൽ വന്നു കഴിഞ്ഞാൽ സമൂസ 5 പീസസ് 75 ബാത്ത്, ടിക്കി പക്കോറ 1 പാക്ക് 50 ബാത്ത്. നമ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പുള്ളി. കണ്ടോ, വാട്ട് ഈസ് യുവർ നെയിം? നാം ക്യാ ഭയ്യ? ഓ ഓക്കെ. അപ്പോൾ ഇതാണ് പുള്ളി എന്നാണ് ഈ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഗംഭീരമായ സമൂസയാണ്. നമുക്ക് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. കേട്ടോ, ഇത് ഇന്ത്യൻ ഷോപ്പാണ്. കാരണം ഇത് ഒരുപാട് ഇന്ത്യൻ ഐറ്റംസും ഇന്ത്യൻ സംഭവങ്ങൾ നമുക്ക് ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. ഇതൊരു ഇന്ത്യൻ ഷോപ്പാണ്. ഇവിടെയുണ്ട് നമുക്ക് ഒരുപാട് സ്വീറ്റ്സ് നമുക്കിവിടെ കാണാം. കണ്ടോ, ലഡു, പലതരത്തിലുള്ള ലഡുകൾ, റെഡ്, മഞ്ഞ. നോക്കിയിട്ട് ലഡു നോക്കിയിട്ട് നീ ഇത് ലഡു നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് ലഡുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, കുറേ പേടകളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ സ്വീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ വന്നിട്ട് മേടിക്കുന്നുണ്ട്. കണ്ടോ, കറുത്ത ലഡു, മഞ്ഞ പേട. യു ഹാവ് ദിസ് തിങ് സ്മോൾ വൺ? യാ, I want small one. No have? No, like this have small one? This only this one. Only this one? Yo mate shano? No. Small one. Yo mate. Yeah, my mini. No. This one. So small. We don't have. Small ഇല്ല. Okay. They come all set. Okay. ഒരു ചെറിയ വിളക്ക് വേണ്ടിയില്ല, വലിയ വിളക്ക് മാത്രമേ ഇവിടെ ഉണ്ട്. വാ, ഇപ്പുറത്ത് ഒരുപാട് വിളക്കുകൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, this one you have small one, this one. കണ്ടോ, ഇതിൻ്റെ ഒരുപാട് ഷോപ്പ് ഉണ്ട്. ഇന്ത്യൻ ഗോഡ്സിൻ്റെയും ഒരുപാട് വിളക്കുകളുണ്ട്. ഉണ്ട്, ഇഷ്ടമായ വിളക്കുകൾ ഇവിടെ ഉണ്ട്. This one. How much for this one? 300. You can reduce the price. ഇതിന് 300 ബാത്താണ് പറയുന്നത്. 600 ബാത്ത് ഭയങ്കര പൈസയാണ്. 300 baht. You can reduce the price, no? 100 baht have? No, cannot 100 baht. 100 baht. You have any other? No. Have? 100 baht this one. 100 baht this one. Oh, this is very small, no? This one I don't want. I want like this. No one. This one cannot. Okay. So you have many items, right? ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ഗോഡ്സിൻ്റെയും ഒരുപാട് പൂജ ഐറ്റംസും സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ വന്ന് ഞാൻ കാണാം. ഒരുപാട് പൂജാ സാധനങ്ങളുണ്ടോ. ഇതാണ് ഇവിടെ ഇവിടെ വേറെ ഷോപ്പാണ്. ഇതൊരു സ്വീറ്റ് ഷോപ്പാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഗംഭീരമായൊരു സ്വീറ്റ്സ് വിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഗംഭീര സ്വീറ്റ്സും കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. ജിലേബിയും ഇവിടെ ഇതാണുണ്ടോ. ഒരുപാട് സ്വീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ലഡുവും ജിലേബിയും മറ്റുള്ള ഐറ്റംസും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് മേടിച്ച് കഴിക്കണം. ഇവിടുന്ന് മേടിക്കുന്നോ? അപ്പോൾ ഇതൊരു ഇന്ത്യൻ സ്വീറ്റ് ഷോപ്പാണ്. നമുക്ക് മേലെ കയറിയിട്ട് നമുക്ക് നോക്കാം ഇവിടെ സ്വീറ്റ്സ് കഴിക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ സ്ഥലം. ഗംഭീരമായ സ്വീറ്റ്സിന് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലിറ്റിൽ ഇന്ത്യയിൽ വന്ന നേരത്തെ നമ്മൾ അതിൻ്റെ മെനു ആണ് ഇത്. ബാക്ക്ഗ്രൗണ്ടിൽ സോങ് നമുക്ക് കേൾക്കാവുന്നതാണ്. അത് നിങ്ങളുടെ അവിടെയാണ്. ഇവിടെ ജിലേബി ഉണ്ട്, രസമാലി ഉണ്ട്, ഗുലാബ് ജാമുൻ, ചായ, എന്താ പറയുക ബ്രെഡ്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുന്ന ബ്രെഡ് പക്കോറ ഓർഡർ ചെയ്യുന്നത്, സമൂസ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ പറഞ്ഞത് ഇതല്ല പറഞ്ഞാൽ ജിലേബി, രസമാലി ഗുലാബ് ജാമുൻ ഇതാ പറഞ്ഞാൽ. നമ്മൾ ആദ്യം പറഞ്ഞത് മിൽക്ക് കേക്ക് അല്ലേ.
നെക്സ്റ്റ് മിൽക്ക് കേക്ക്, ഗുലാബ് ജാമുവിന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ വരുന്നതായിരിക്കും. ഓക്കെ, തിന്നോ. ഈ ഒരു ഷോപ്പിൻ്റെ പേരാണ് ഈ പഞ്ചാബ് സ്വീറ്റ്സ് മിനി മാർട്ട് ഇന്ത്യൻ സ്വീറ്റ്സ് ഫുഡ് സ്നാക്ക് ഗ്രോസറി എന്ന് പറയുന്നത്. ലിറ്റിൽ ഇന്ത്യയിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് കഴിച്ചു തുടങ്ങും. ഇതാണ് സാധനം. നമ്മൾ ഐറ്റംസ് വരുന്നുണ്ടാകും കേട്ടോ. ഇതാണ് ഈ സാധനത്തിൻ്റെ പേരെന്ന് പറഞ്ഞു. ഇതാണ് ബ്രെഡ് പക്കോട കേട്ടോ. ഈ ബ്രെഡ് പക്കോട എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്നുണ്ടാവോ? അതാണ് ബ്രെഡ് പക്കോട. ഇതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങും എന്തെല്ലോ സ്റ്റഫ് ആയിട്ടാണ് സംഭവം ഉള്ളത്. ഞാൻ കഴിച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, എങ്ങനെയുണ്ട് ബ്രെഡ് പക്കോട? എങ്ങനെയുണ്ട്? ഇഷ്ടമുണ്ടോ? അടിപൊളിയല്ലേ? ആ സോസ് നോക്കി തിന്നോ. സോസ് നോക്കി തരാ. കടിച്ച് പറിക്കാതെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഗുരുദ്വാരേൻ്റെ ബാങ്കോക്ക് ഗുരുദ്വാരേൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗുരുദ്വാര കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മേക്ക് ടു സീ ദ വേൾഡ് ഈ പ്രാവശ്യം എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനലാണത്തവർ ചാനലാണൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വൈഭവ് സൈനിങ് ഓഫ്.